ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള കോംബോ റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കും കൂടെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ലൈറ്റായിട്ട് വഴണ്ട് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് വീണ്ടും ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നീളത്തിൽ അരിഞ്ഞെടുത്ത ക്യാബേജാണ്. 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടി. ഈ ക്യാബേജും ക്യാരറ്റും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ക്യാബേജും ക്യാരറ്റും എല്ലാം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ചെടുത്ത ചിക്കനാണ്. 150 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത കഷ്ണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നതുവരെയും വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും. ഇനി വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ് 1/4 ടീസ്പൂൺ അളവിൽ തന്നെ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർക്കാം. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ടൊമാറ്റോ സോസ് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്താലും മതിയാവും. ചില്ലി സോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ മൈദാ മാവ് എടുത്തിട്ടുണ്ട്, അതൊരു ബോളിലേക്ക് ചേർക്കാം. കൂടെ 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാകാനായിട്ട്. ഒരുപാട് ലൂസായിട്ടും വേണ്ട, തീരെ കട്ടിയായിട്ടും വേണ്ട. ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു ബ്രഷിൽ മുക്കിയിട്ട് ഇതുപോലെ നമ്മുടെ പാനിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കണം. ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 30 സെക്കൻഡ് മാത്രം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇതിന് മുകളിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും മുകളിലായിട്ട് ഇത് നമുക്ക് അടുക്കി വയ്ക്കുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് തയ്യാറാക്കിയെടുത്ത ഓരോ ഷീറ്റിലേക്കും ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ട് 2 സൈഡിലേക്ക് നമ്മുടെ മൈദാ ബാറ്റർ അല്പം ബ്രഷ് വെച്ചൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതൊരു റോള് പോലെ ഉരുട്ടിയെടുത്താൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഷീറ്റിന് ഒരുപാട് കട്ടി കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. എല്ലാം റോൾ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇനി വേണ്ടത് ഒരു പാനിലേക്ക് ഞാനിപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ മാത്രം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. കൂടെ തന്നെ ഇതിനോടൊപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 മുസമ്പി എടുത്തിട്ടുണ്ട്. മുസമ്പി അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആ കുരുവൊക്കെ ഒന്നും എടുത്ത് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടിയാണ്. ഇഞ്ചി നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് ചെറിയ രീതിക്കൊന്ന് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ ഒരു 2 പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് പുതിനയിലയാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. നല്ല രീതിക്ക് തന്നെ ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്.
നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം എന്ന്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് സൂപ്പറായിട്ട് ഉടൻ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ട് ഈ 2 റെസിപ്പി നിങ്ങളെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.